മലയാളികളുടെ മനസ്സിൽ ഒരു വലിയ വേദന തന്നെയാണ് കലാഭവൻ നവാസിൻ്റെ വിയോഗം സൃഷ്ടിച്ചത്. മലയാളികൾക്ക് ഇന്നും അദ്ദേഹം നമ്മുടെ അടുത്ത് നിന്നും വിട പറഞ്ഞു പോയി എന്നത് വിശ്വസിക്കാനായിട്ടില്ല. ഇപ്പോഴിതാ കലാഭവൻ നവാസിനെ അനുസ്മരിച്ച രംഗത്തെത്തിയിരിക്കുകയാണ് ഷാജോൺ. നവാസിന് പകരക്കാരനായി കലാഭവനിൽ വന്ന് ജീവിതം ആരംഭിച്ച ആളായിരുന്നു താനെന്ന് കലാഭവൻ ഷാജോൺ എടുത്തു പറയുന്നു. ആരോഗ്യം നന്നായി നോക്കുകയും ദുശ്ശീലങ്ങളൊന്നും ഇല്ലാത്ത ഒരാളുമായിരുന്നു നവാസ് എന്നും ഷാജോൺ ഓർത്തെടുക്കുന്നു. നവാസിന് പകരക്കാരനായി കലാഭവനിൽ വന്നയാളാണ് ഞാൻ. മാട്ടുപ്പെട്ടി മച്ചാൻ പോലുള്ള സിനിമകളിലൂടെ നവാസ് തിരക്കായപ്പോൾ അദ്ദേഹത്തിന് പകരക്കാരനായാണ് എന്നെ കലാഭവനിലേക്ക് വിളിക്കുന്നത്. അതിനുശേഷം കലാഭവനിൽ വന്നപ്പോൾ നവാസിനൊപ്പം ഒരു ഷോ ചെയ്തിരുന്നു. പിന്നീട് അതൊരു സൗഹൃദമായി. ഞങ്ങൾക്കൊരു ഗ്രൂപ്പൊക്കെയുണ്ട്, കോട്ടയം നസീറയ്ക്കൊക്കെയുള്ള ഒരു ഗ്രൂപ്പ്. അതിൽ നിറയെ തമാശ പറച്ചിലൊക്കെയായിരുന്നു. വളരെ രസകരമായ ഒരു വ്യക്തിത്വമാണ് നവാസിൻ്റേത്. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിൻ്റെ വിയോഗം. അതേപോലെ തന്നെ ആരോഗ്യം നോക്കുകയും ദുശ്ശീലങ്ങളൊന്നും ഇല്ലാത്ത ഒരാളുമായിരുന്നു അദ്ദേഹം. നല്ലൊരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമ. കലാഭവൻ നവാസിനെ കുറിച്ച് കലാഭവൻ ഷാജോണിൻ്റെ ഓർമ്മകൾ മലയാളികൾക്കരികിലേക്ക് എത്തുമ്പോൾ മലയാളികളുടെ കണ്ണുകൾ നിറയുകയാണ്. ഇന്നും കലാഭവൻ നവാസിൻ്റെ വിയോഗം അംഗീകരിക്കാനോ വിശ്വസിക്കാനോ മലയാളികൾ തയ്യാറായിട്ടില്ല എന്നതാണ് സത്യം. വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു നവാസിൻ്റെ വിയോഗ വാർത്ത മലയാളികൾക്ക് അരികിലേക്ക് എത്തിയത്. അടുത്തിടെ ഒരു സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കവെയാണ് ഇങ്ങനെയൊരു വിയോഗ വാർത്ത അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരുന്നത്.